ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അടുത്ത ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് കാണാൻ കഴിയും. കണ്ണിയത്ത് ഉസ്താദിന്റെ അവിടെ കണ്ണിയത്ത് ഉസ്താദ് ദറസ് എടുക്കുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദിന് കഞ്ഞി കൊടുത്തിരുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഉപ്പയാണ്. കണ്ണിയത്ത് ഉസ്താദിന് കഞ്ഞി കൊടുത്തിരുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു ഉപ്പയാണ്. കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്ന് മാത്രമേ കഞ്ഞി കുടിക്കലുണ്ടായിരുന്നുള്ളൂ. ആ ഉപ്പ വിട പറഞ്ഞു പോയപ്പോ കണ്ണിയത്ത് ഉസ്താദ് ആ പ്രിയപ്പെട്ട പിതാവിന്റെ മക്കളോട് പറഞ്ഞു, എനിക്കിനി എന്ത് വേണ്ട, കഞ്ഞി നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേണ്ട. മക്കൾ വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് അടുത്ത് പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദേ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, പാപ്പം മരിച്ചാലും ഞങ്ങൾ തരും, ഞങ്ങൾക്ക് അതിന്റെ സാമ്പത്തികപരമാകുന്നൊരു പ്രശ്നമില്ല. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് പറയാ, ആ പ്രശ്നമൊന്നും കൊണ്ടല്ല. പിന്നെ എന്താണെന്ന് മക്കൾ ചോദിക്കുമ്പോ കണ്ണിയത്ത് ഉസ്താദ് പറയാ, ഞാൻ ഇത്രയും നാൾ കഴിച്ച നിങ്ങളുടെ പിതാവിന്റെ ചോറാണ്, നിങ്ങളുടെ പിതാവിന്റെ കഞ്ഞിയാണ് ഞാൻ കുടിച്ചത്. നിങ്ങളുടെ പിതാവ് മരിച്ചപ്പോ ആ വീട്ടിലൊരു എത്തീം കുട്ടിയുണ്ട്, ഇനി അതിന് അവകാശി ആരാണ്? ആ എത്തീം കുട്ടിയാണ്. ആ എത്തീം കുട്ടി കഴിക്കുന്ന മുതല് ഞാൻ കഴിച്ചാൽ, കണ്ണിയത്ത് കഴിച്ചാൽ അത് ചിലപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പൊരുത്തുണ്ടാകൂലെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, തഖ്വ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.